ഇടതുപക്ഷ ഭരണം മോശമായിരുന്നു. പക്ഷെ മോശമാകുമ്പോൾ ഒരു നല്ലൊരാളെ തിരഞ്ഞെടുക്കണമല്ലോ. ആ നല്ലതെന്ന് പറയുന്ന കോൺഗ്രസ് ഇതിനേക്കാൾ മോശമാണ്. എന്ത് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തും എന്നാണോ? ഒന്നല്ല, ഒന്നിലധികം. കേരളത്തിൽ വളരുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. ഇപ്പം തന്നെ മത്സരം പലയിടത്തും BJPയും CPM-ഉം തമ്മിലായി. ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നമുക്ക് വലുതായിട്ട് കാണാനില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഒരു നോൺ പ്ലെയർ ആയി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ വോട്ട് കുറയും, കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ട് കുറയും, BJPയുടെയാണ് ഉയരാൻ പോകുന്നത്. വോട്ടേഴ്സിൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ നാച്ചുറൽ വോട്ടേഴ്സ് BJPയിലോട്ട് ഒഴുകി വരികയാണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് 100 പേർക്ക് അയച്ചു കൊടുക്കുക. ഒരു സാധനം വീണിട്ടുണ്ട് അവൻ്റെ വായിന്ന്, കൊടുത്തിക്കോ. ഇവർ മാക്സിമം ഷെയർ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ വളർന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, അവർ ചെയ്തു തരുന്നൊരു സഹായം ചിന്ത. അതായത് നമ്മളിന്ന് സർവ്വ മേഖലകളിലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കി തകർച്ചയിലാണ് നിൽക്കുന്നത്. ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അയ്യപ്പൻ അവിടെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് കണ്ണുമായി ഒന്നും കണ്ണടച്ചപ്പോഴത്തേക്ക് ചുറ്റിരുന്ന പാളയും മറ്റേ ദ്വാരപാലകരെ എക്കത്തിന് അടിച്ചുകൊണ്ട് പോയി. അത്ര വിദഗ്ധന്മാരാണ്. അകത്തിരിക്കുന്ന അയ്യപ്പൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയാം. വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ പോകുന്ന പാർട്ടി BJP. ആരെ പറഞ്ഞൊരു വാർ റൂമൊക്കെ തുറക്കേണ്ട ഇലക്ഷൻ സമയത്ത് ഒരു വേറെ ലേബർ റൂം തുറക്കേണ്ടി വരും. ആ അവസ്ഥയല്ല പൊക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവർക്ക് ഈ ഭരണത്തിലിരിക്കുന്നവരെ അവർക്കെതിരെ എതിർക്കാൻ പോകും, അവരുടെ സ്വന്തം പാർട്ടിയിലെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോകും. അതാണ് ഈ കുഴപ്പം. പ്രതിപക്ഷം ഇല്ല, നിർജീവമാണ്. നടനും BJP പ്രതിനിധിയുമായ കൃഷ്ണകുമാർ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് കുറേ തിരക്കിലായിരുന്നു സാറിനുണ്ട്. നമ്മളിപ്പം ഓരോ സ്ഥാനാർത്ഥിയുടെ ഒപ്പം സാർ ഉണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണ്. അതിപ്പോൾ ലോക്സഭയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്, നിയമസഭയാകുമ്പോൾ അത് ടോട്ടലി മാറും. സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആകുമ്പോഴത്തേക്ക് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ എങ്കിലും ഇതൊരു ദിശ കാണിക്കും, ഒരു ഡയറക്ഷൻ കാണിക്കും. ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, ആർക്കാണ് സാധ്യതകൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ 28,000-ഓളം സ്ഥാനാർത്ഥികളാണ് ഒരു പാർട്ടിയിൽ നിന്ന്. ഭൂരിപക്ഷവും രാഷ്ട്രീയത്തിൻ്റെ ബേസിസിലാണെങ്കിലും ഒരു ചെറിയ ശതമാനം സ്ഥാനാർത്ഥികളുടെ മികവനുസരിച്ചും വരും പല സ്ഥലങ്ങളിലും. അതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വളരുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. ഇപ്പം തന്നെ മത്സരം പലയിടത്തും BJPയും CPM-ഉം തമ്മിലായി. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. BJP എന്നൊരു പാർട്ടി അപ്രസക്തമായിരുന്നു തുടങ്ങിയ കാലം തൊട്ട്, 80-കളിൽ തുടങ്ങിയപ്പോൾ തൊട്ട്. ഇന്ന് എല്ലാവരും പറയുന്നു BJPക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങി. പണ്ട് BJP ചിത്രത്തിലേ ഇല്ലായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറയും. ഏത് മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥികളുണ്ട്. പ്രചരണത്തിൻ്റെ രീതി നോക്ക്, തുല്യമാണ്. പലയിടങ്ങളിലും BJP ഒരുപടി മുന്നിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ നമുക്ക് വലുതായിട്ട് കാണാനില്ല. അവർക്ക് പോലും അറിയാം ഭരണത്തിലേക്ക് വരില്ല, നില മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു BJP പ്രവർത്തകൻ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ കുറേയധികം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഗ്രാസ് റൂട്ടിൽ സഞ്ചരിക്കാറുണ്ട്. അതിന് തന്നെ എല്ലാ പാർട്ടിക്കാരും നമ്മൾ കാണാറുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഒരു നോൺ പ്ലെയർ ആയി കഴിഞ്ഞു. മത്സരം BJP CPM ആണ്. അവിടെ കോൺഗ്രസിൻ്റെ റോള് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ഒരു വോട്ട് കട്ടറായിട്ട് വരുന്നു. അതായത് BJPയുടെ വോട്ടുകളെ കുറച്ചധികം ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുമോ, ക്ഷീണിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ കമ്മ്യൂണിസ്റ്റിനെ ജയിപ്പിക്കാൻ പറ്റുമോ, വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ, അതാണ് അവരുടെ റോളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം, നമുക്ക് BJPക്ക് ഉണ്ടായിരുന്നൊരു സീറ്റായിരുന്നു നേമം. അന്ന് ഈ നേമം സീറ്റിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്നൊരു അന്തർധാര ഉണ്ടാക്കി. അതിൻ്റെ റെപ്ലിക്ക പോലെയായിട്ടാണ് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളിത് നോക്കിക്കാണുന്നത്. അവരുടെ ശ്രമങ്ങൾക്ക് വലിയ വിജയത്തിനുള്ള സാധ്യത കുറവാണ്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എത്ര അല്ലെങ്കിൽ ഒരു ജയസാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്? ഇനി അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ BJP ചിലപ്പോൾ ചെയ്യേണ്ടി വരും? ഒന്ന്, ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ BJPക്കൊരു ഭയങ്കരമായ മുന്നേറ്റം ഉണ്ടാവും. അത് കേരളം ഒന്നാകെ. കോൺഗ്രസിൻ്റെ വോട്ട് കുറയും, കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ട് കുറയും, BJPയുടെയാണ് ഉയരാൻ പോകുന്നത്. അഥവാ കുറച്ചെങ്കിൽ പിന്നെ ഉയരാൻ സാധ്യത കോൺഗ്രസിൻ്റെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിൻ്റെ, അതായത് അവർ തമ്മിലൊരു സ്ഥിരം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയും, ഭരണവിരുദ്ധ വികാരം,
ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി BJP ആയിരിക്കും. അതിൻ്റെ ചിലപ്പോൾ ഒരു കുറച്ച് പങ്ക് കോൺഗ്രസിന് കിട്ടും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPക്ക് ആയിരിക്കും ഒരു അപ്പർ ഹാൻഡ്. ഭരണം വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വോട്ട് ഷെയർ കൂടാൻ പോകുന്ന ഒരേ ഒരു പാർട്ടി BJP ആയിരിക്കും. അതിൽ തന്നെ വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നത് SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്നുവെച്ചാൽ വേറൊന്നുമില്ല, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നൊരു നടപടിയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന 23 വർഷമായിട്ട് SIR നടന്നിട്ടില്ല ഇന്ത്യയിൽ. 23 വർഷത്തിന് ശേഷം നടത്തിയത് ബീഹാറിലാണ്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 243 സീറ്റിൽ 202 സീറ്റ് നേടി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് BJP യോടെ വന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് അതിൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് 58 ലക്ഷം വോട്ടർമാരെ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ആരൊക്കെയാണ് 52 ലക്ഷം വോട്ടർമാർ, 58 ലക്ഷം വോട്ടർമാർ? ഒന്ന്, മരണമടഞ്ഞു പോയവർ, അവരെ നീക്കിയിട്ടില്ല ലിസ്റ്റിൽ നിന്ന്. 2, മേൽവിലാസം, ഇരട്ട മേൽവിലാസം വരുന്നത്. എന്തുകൊണ്ടാണ്? വീട് മാറിയവരുണ്ട്, ഇത് മാറ്റിയിട്ടില്ല. 3 ആണ് ഏറ്റവും ക്രൂഷ്യൽ. ഈ രണ്ടെണ്ണത്തിൽ വെച്ചാൽ കള്ളവോട്ടുകൾ നടക്കും, ഈ മരണം അടഞ്ഞവരുടെ പേരിലും ഈ ഇരട്ട വോട്ടിലും. മൂന്നാമത്തതാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. തീവ്ര സ്വഭാവമുള്ള ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ, അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് RJD സർക്കാരുകളെ സ്വാധീനിച്ച് ഇവർ രേഖകൾ ഉണ്ടാക്കിയിട്ട് ഇവർ വോട്ടർമാരായി. ഇവരുടെ വോട്ട് കൂടി ഉണ്ടായിരുന്നു. ഈ വോട്ടുകളെ മാറ്റിയപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ദേശസ്നേഹികളുടെ വോട്ടിംഗ് ആണ് കറക്റ്റ്. അതായത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ മാത്രം വോട്ടുകൾ വന്നപ്പോൾ ബഹുഭൂരിപക്ഷം BJPക്ക് കിട്ടി. അതേ സംവിധാനം തന്നെ 12 സംസ്ഥാനങ്ങളിൽ SIR കൊണ്ടുവരാൻ പോകുന്നു. അതിലൊന്ന് കേരളമുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് SIR പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ നിന്ന് എത്ര ലക്ഷം വോട്ടർമാർ ഇതുപോലത്തെ വെളിയിൽ പോകുന്ന അറിയില്ല. ഈ പോകുന്ന വോട്ടേഴ്സ് ആരെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും. അല്ലെങ്കിൽ വ്യാജ വോട്ടർമാർ ആരാണ്? പുറം രാജ്യങ്ങളിൽ നിന്ന് കയറിയവർ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒന്ന്, വോട്ടേഴ്സിൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാച്ചുറൽ വോട്ടേഴ്സ് BJPയിലോട്ട് ഒഴുകി വരികയാണ്. അതായത് ജാതി മത സമവാക്യങ്ങൾ എല്ലാം മറന്നുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പോലും പല കാരണങ്ങളാൽ BJPയിലോട്ട് ഒരൊഴുക്ക് നടക്കുമ്പോൾ SIR വഴി പട്ടിക ക്ലീനിങ് കൂടി ആയിക്കഴിഞ്ഞാൽ, വ്യാജ വോട്ടർമാർ കൂടി പുറത്തായി കഴിഞ്ഞാൽ ഡബിൾ ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് അടുത്ത നിയമസഭയിൽ വരാൻ പോകുന്ന മാറ്റം ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് ഈ ബീഹാറിലെ ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തെ രാഷ്ട്രീയ സാഹചര്യവും അത് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? രണ്ടും രണ്ടായിട്ടല്ലേ? അപ്പം നമുക്ക് എങ്ങനെ അതേ അത്തരത്തിലുള്ളൊരു വിജയം നമുക്ക് കേരളത്തിലും കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും? ബീഹാറിൽ നിന്നില്ല, തൊട്ടപ്പുറത്ത് തമിഴ്നാടിൻ്റെ നമ്മുടെയും പോലും വ്യത്യസ്തമാണ്. അത് എന്തിനാ തിരുവനന്തപുരത്തും കോഴിക്കോടും ചെന്നാൽ പോലും വ്യത്യാസമാണ്. വ്യത്യാസം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് വ്യത്യാസമില്ല, കണക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം നമ്മുടെ ഇവിടെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞിവിടെ കുറേ പേരെ നമ്മൾ പാർപ്പിക്കുന്നുണ്ട്. ആരാണ്? എവിടെ നിന്ന് വരുന്നവർ? ഇന്ന് നമ്മൾ പറയുന്നു ബീഹാറിൽ എങ്ങനെ അവരെത്തി? ബീഹാറിയാണോ? ഇവർ പറയുന്നത് പലരും ബംഗാളിൽ നിന്ന് വന്നവർ. ബംഗാളിയാണോ ബംഗ്ലാദേശിയാണോ? അതാണ് രസം. അതാ ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയോ? വേറെ ഒന്നിലും ഞാൻ പറയുന്നില്ല. കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും കേരളം തമ്മിൽ വ്യത്യാസമുണ്ട്, ഡൽഹിയും നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതല്ല, ഈ നുഴഞ്ഞു കയറി വരുന്നവർ അവരിവിടെ വന്നിരിക്കുന്ന എന്തിനാണ്? അവരാർക്കാ സ്ഥിരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊരിക്കലും BJPക്ക് ആവില്ല. BJPക്ക് എതിരെ നിൽക്കുന്ന പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരുടെ വോട്ട് കുറയും? കമ്മ്യൂണിസ്റ്റിൻ്റെ കോൺഗ്രസിൻ്റെ കുറഞ്ഞേ പറ്റൂ. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന് ഒന്ന് തന്നെയാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ എല്ലാ സഹോദരങ്ങളാണ് ഇവർ. കേരളത്തിനകത്ത് ഇവർ ചുമ്മാ ഒരു ഷോ കാണിക്കുന്നില്ല, രണ്ട് വിഭാഗമായിട്ട്. ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവരെല്ലായിടത്തും ഒന്നിച്ചല്ലേ മത്സരിക്കുന്നത്. അതേ പറയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലോട്ട് മത്സരിച്ചപ്പോൾ ഇവരൊന്നായിട്ട് മത്സരിച്ചു. കേരളത്തിൽ മാത്രമാണ് ഇവർ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെ രണ്ടായിട്ട് നിന്നും മത്സരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നാൽ വോട്ട് ചെയ്യുന്ന ആർക്കാണ്? കോൺഗ്രസ് MPമാരും കമ്മ്യൂണിസ്റ്റ് MPമാരും BJP ബില്ല് കൊണ്ടുവരുമ്പോൾ ഒരുമിച്ച് എതിർക്കുകയില്ലേ? ഇവർ ഒരു വീട്ടിലെ അംഗങ്ങളാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സാറാണ് നിൽക്കുന്നത് എന്നിപ്പോൾ ഏറെക്കുറെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ സാറും ഒപ്പം കാട്ടാക്കടയിൽ കൃഷ്ണദാസ് സാറുമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു സൂചന എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ സാറായിരിക്കും നിൽക്കുക എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയായിരിക്കും? ഒന്നാമത്, ഇതുവരെ ഞാൻ 2 ഇലക്ഷൻ മത്സരിച്ച ഒരാളാണ്. പാർട്ടി തീരുമാനിക്കും ആരെവിടെ നിൽക്കണം. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്. പക്ഷെ ഞാൻ തിരുവനന്തപുരത്തിലെ ആളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് കൊല്ലത്ത് പോയി മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ നമ്മൾ പോവും, മത്സരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുരളിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ
കഴക്കൂട്ടത്ത് വർഷങ്ങളായി അദ്ദേഹം താമസിക്കുന്ന അവിടെയാണ്, പുള്ളിയുടെ പ്രവർത്തന മണ്ഡലം അവിടെയാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് ഇന്നത്തെ, അതായത് പാർട്ടിയിലെ തന്നെ ഏറ്റവും സീനിയർ നേതാവ് കഴക്കൂട്ടത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മുരളീധരൻ അല്ലാതെ വേറൊരാളെ നമുക്ക് മനസ്സിൽ വരുപോലുമില്ല പിക്ചർ. അപ്പോൾ അത് സ്വാഭാവികമായി നാച്ചുറലി ഹീസ് ദ കാൻഡിഡേറ്റ് ഫോർ കഴക്കൂട്ടം. ഇതേപോലെ ഞാൻ, അതായത് എൻ്റെ ഫാമിലി, ഭാര്യയുടെ കുടുംബം, എൻ്റെ ഓഫീസ് എല്ലാം വട്ടിയൂർക്കാവിനകത്താണ്. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ, അതായത് സംഘമായിട്ടായിക്കോട്ടെ, പാർട്ടിയുമായിക്കോട്ടെ, ഇവിടുത്തെ സാമുദായിക സംഘടനകളായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, എല്ലാ പരിപാടികൾക്കും കൂടുതലും ഞാൻ പങ്കെടുക്കുന്നത് വട്ടിയൂർക്കാവിനകത്താണ്. അപ്പോൾ എൻ്റെ പരിപാടികൾ, അതായത് ദിവസേന ഉള്ള എല്ലാ പരിപാടികളും ബന്ധവും എല്ലാം വട്ടിയൂർക്കാവിലാകുമ്പോഴത്തേക്ക് നാച്ചുറലി എൻ്റെ പേര് ഇവിടെ ഉയർന്നു വരുന്നു. അല്ലാതെ ഇതിനകത്ത് ആരും തീരുമാനിച്ചിട്ടോ ഒന്നും ഉള്ളതല്ല. സ്വാഭാവികമായിട്ടും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തെ പാർട്ടി എവിടെ നിൽക്കാൻ പറയുന്നു അവിടെ നിൽക്കുക. അത് വട്ടിയൂർക്കാവിൽ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിൽക്കും. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. അല്ലാതെ ഇപ്പോൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതേപോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം സിനിമയിലായിരുന്നു സാറ്, സിനിമയിലാണ്, സിനിമ, സീരിയൽ, ആ രംഗത്താണ് സാർ. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ BJPയെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ BJP എന്നൊരു മുന്നണിയിലേക്ക് എത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? ഒന്ന്, ഞാനിപ്പോൾ തിരഞ്ഞെടുത്തതല്ല. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ 1982 ഞങ്ങൾ വഞ്ചൂര് താമസിക്കുന്ന കാലത്ത് അച്ഛൻ്റെ സുഹൃത്തുക്കളായ 4 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരൊരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു, മലയൻ സ്റ്റോർ എന്ന്. അന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥാപനം. അപ്പോൾ അവരായിരുന്നു അന്നത്തെ ഇവിടുത്തെ RSSലെ പ്രമുഖരായിട്ടുള്ളവർ. അപ്പോൾ അച്ഛനുള്ള ബന്ധത്തിൻ്റെ പുറത്ത് അന്ന് എൻ്റെ വീടിനടുത്തുള്ള പുത്തൻചന്ത എന്ന ശാഖയുണ്ട്. ആ ശാഖയിലാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നതും. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ABVPയോടാണ് നമ്മുടെ ചായ്വ്. നമുക്കൊരു ദേശഭക്തിയുടെ ലൈനിലോട്ട് നമ്മൾ പിടിക്കും. അപ്പോൾ അന്ന് പ്രധാനമായി എൻ്റെ അച്ഛനൊക്കെ ഒരു കോൺഗ്രസ് വിശ്വാസിയായിരുന്നു. പക്ഷേ ഇവരുടെ സൗഹൃദം മൂലം ഞാനിങ്ങനെ പോകുന്നു. പിന്നീട് എൻ്റെ ചിന്തകൾ മുഴുവൻ മാറുന്നു. ഈ പ്രത്യയശാസ്ത്രം ഇഷ്ടപ്പെടുന്നു. പാർട്ടിയിൽ ചേരുന്നത് ഞാൻ 2021 ഫെബ്രുവരിയിലാണ്. പക്ഷെ അതിനുള്ള മുമ്പുള്ള 2-3 ഇലക്ഷനുകളിലെല്ലാം ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താൽ എല്ലാ നേതാക്കളുടെ ബന്ധമുള്ളതുകൊണ്ട് എന്നെ ഇലക്ഷൻ പ്രചരണത്തിന് വിളിക്കുമായിരുന്നു. അന്നൊരു നടൻ എന്ന നിലയ്ക്ക് ഞാൻ എല്ലായിടത്തും പോകുമായിരുന്നു. പ്രത്യേകിച്ച് 2020 ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് ഏകദേശം 10-60ഓളം മണ്ഡലങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരണത്തിന് പോയിരുന്നു. അതായിരിക്കാം ഒരു കാരണം. സ്വാഭാവികമായിട്ട് ഇവരുടെ പാർട്ടിക്ക് റിപ്പോർട്ടുകൾ പോകും മുകളിലോട്ട്. അവർ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന തോന്നലുണ്ടായി കാണാം അവർക്ക്. അത് വെച്ചിട്ട് അവരെന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അതാണ് 2021 ബഹുമാന്യനായ നഡ്ഡാജി, അദ്ദേഹം ഇവിടെ വന്ന് മെമ്പർഷിപ്പ് തന്നു കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് ഇലക്ഷൻ സമയമായിരുന്നു. ഇത് ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. മാർച്ചിൽ അനൗൺസ് ചെയ്യുമ്പോൾ അവർ ചോദിച്ചു ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്തിട്ടില്ല, സ്കൂളിലോ കോളേജിലോ ഒന്നും. മറ്റുള്ളവരെ സഹായിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ പോലും പ്രചരണവുമായി ബന്ധപ്പെട്ട് 70ഓളം വാർഡുകളിൽ തിരുവനന്തപുരത്ത് സഞ്ചരിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതെനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഇലക്ഷൻ നിൽക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ പ്രചരണത്തിന് പോവുക, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ പാർട്ടി ഇത് കണ്ടിട്ട് പാർട്ടി വിളിക്കുന്നു, പാർട്ടി അംഗത്വം തരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ഇലക്ഷൻ, അത് കഴിഞ്ഞ് ലോക്സഭ ഇലക്ഷൻ വന്നു, അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പാർട്ടിയുടെ ഭാഗമായി ഒഴുകുന്നു. അതാണ്, അല്ലാതെ പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുത്ത് വന്നതല്ല, സംഭവിച്ചതാണ്. ഇപ്പം മറ്റുള്ളവരെ സഹായിക്കുക എന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ വലിയൊരു ജനശ്രദ്ധയിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ബേസിക്കലി മനുഷ്യരെല്ലാവരും മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ മനുഷ്യരിലും ഇതുണ്ട്. അപ്പോൾ അതിൽ തന്നെ പണ്ട് നമ്മൾ ചെറുതിലെ പറയും, ഇടത്തേക്കേ ചെയ്യുന്നത് വലതേക്കേ അറിയരുതെന്ന് പറയും. കാലം മാറി, നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യണം പല കാര്യങ്ങളും. സോഷ്യൽ മീഡിയ മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ ഏതൊരു കാര്യം ഒരളവിൽ അറിയുന്നുണ്ട് ആളുകൾ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സഹോദരി വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ കാരണം പോലും ആ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി, നടനാണ്, അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇത് അറിയുന്നത് കൊണ്ടാണ് വരുന്നത്. എനിക്കും അതെല്ലാം ഇഷ്ടം തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ഒരു സന്തോഷമാണ്. പക്ഷേ എല്ലാത്തിനൊരു അളവുണ്ട്. ആ പരിധിക്കകത്ത് നിന്ന് അറിയേണ്ട സമയത്ത് കൂടുതലായിട്ട് അറിയുക. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയും. പണ്ട് പറയും ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഓർഗാനിക്കായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാവും. ആ ഗ്രോത്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ളത്. അതായത് നിൽക്കും അത്. അതേസമയം മറ്റേ പെട്ടെന്ന് നമ്മളെ ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് പതുക്കെ പോവുക,
അറിയേണ്ട സമയത്ത് അറിയേണ്ട കാര്യങ്ങൾ അറിയും. അതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം BJP യിൽ എത്തിയത് കൊണ്ട് തന്നെ സാറ് നേരിട്ട് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പം സാറ് മാത്രമല്ല ആ ഒരു കാരണം കൊണ്ട് സാറിൻ്റെ ഫാമിലിയും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഉള്ളൊരു ആക്രമണങ്ങളോട് എങ്ങനെയാണ് സാറിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ? ഞാൻ എപ്പോഴും മക്കൾക്ക് പറയുന്നത് പ്രതികരിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല പ്രതികരണം. നമ്മൾ പലതരത്തിൽ നമുക്ക് തന്നെ എടുക്കാം. അതായത് ഒരാളെ നമ്മളെ അടിക്കുമ്പോൾ തിരിച്ചടിക്കാം, തടയാം, ഒഴിഞ്ഞു മാറാം. ആദ്യത്തെ 2 കാര്യത്തിനും നമ്മുടെ കുറേ എനർജി ചിലവാകും. ഒഴിഞ്ഞു മാറാൻ വലിയ എനർജിയുടെ ആവശ്യമില്ല. ഒന്ന്, ആ ഒരു വിശ്വാസം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയും, നമ്മൾ ജീവിക്കുന്നതിനകത്ത് പല ഘടകങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ ജീവിതമാവുന്നത്. അതിലൊന്നാണ് ഈ സപ്പോസ് ടു ബി സൈബർ ആക്രമണം നടത്തുന്നവരെ ഹേറ്റേഴ്സ് എന്ന് പറയും. എനിക്ക് അവർ ഹേറ്റേഴ്സ് ആയിട്ടും കാണാറില്ല, ഞാൻ അവരെ ഹേറ്റ് ചെയ്യാറില്ല. കാരണം അവരും കൂടി ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ വളരത്തില്ല. കാരണം ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കും, ഇതാ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും. 100 പേർക്ക് അയച്ചാൽ 99 പേര് ചിലപ്പോൾ തുറക്ക പോലുമില്ല. അതേസമയം ഈ വിഭാഗം എന്നെ എതിർക്കുന്നു എന്ന് വിചാരിക്കുന്നത്, അവർക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കും, 4 മിനിറ്റ് 17 സെക്കൻഡ്, ഒരു കുഴപ്പമുണ്ട്, 16 മിനിറ്റ് 18 സെക്കൻഡ്, ഒരു കുഴപ്പമുണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് 100 പേർക്ക് അയച്ചു കൊടുക്കുക, സാധനം വീണിട്ടുണ്ട് അവൻ്റെ വായിന്ന്, കൊടുത്തിക്കോ. ഇവർ മാക്സിമം ഷെയർ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ വളർന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ, അവർ ചെയ്തു തരുന്നൊരു സഹായം ചില്ലറയല്ല. മാത്രമല്ല അവർക്ക് അതിലൂടെ വരുമാനവും കിട്ടുന്നു. എനിക്ക് ഇത്രയും പേർക്കുണ്ടെന്ന് 1000 രൂപയോ 10,000 രൂപ കൊണ്ട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പം അവർ ചെയ്യുന്ന പ്രവൃത്തി വലിയൊരു അപ്പം അതിനെ ഞാൻ തടയുക എന്ന് വെച്ചാൽ ഞാൻ എനിക്കിട്ട് പാര വയ്ക്കുന്നതിന് തുല്യമോ. അപ്പം അവർക്ക് പറ്റിയാൽ അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക, അവരെയും വളർത്തുക, ഒപ്പം നമ്മളും വളരുക. ഇത്രയേ ഉള്ളൂ. എനിക്കും. ഇപ്പം നമ്മൾ പൊളിറ്റിക്സിലേക്ക് തന്നെ വരികയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകും എന്നുള്ളൊരു ചർച്ചകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം സാറിന് എന്താണ് തോന്നുന്നത്, അങ്ങനെ അത്തരത്തിലൊരു തുടർഭരണം ഇനി ഉണ്ടാകുമോ? പലപ്പോഴും കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളൂ, കേരളത്തിൽ തുടർച്ചയായി നമ്മൾ കാണുന്നു. ഇപ്പം ഇത് 2 തവണ ഇവർ ഭരണത്തിൽ വന്നു LDF. അത് ഒരു വാക്കുണ്ട്, TINA എന്ന് പറയും, ദെയർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. അതായത് തമ്മിൽ വേരം തൊമ്മെന്ന് മലയാളത്തിൽ പറയും. കഴിഞ്ഞ തവണ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ ഭരണം മോശമായിരുന്നു. പക്ഷെ മോശമാകുമ്പോൾ ഒരു നല്ലൊരാളെ തിരഞ്ഞെടുക്കണമല്ലോ. ആ നല്ലതെന്ന് പറയുന്ന കോൺഗ്രസ് ഇതിനേക്കാൾ മോശമാണ്. എന്ത് ചെയ്യും? അവിടെയാണ് തമ്മിൽ വേദം തൊമ്മനെ എടുക്കുന്നത്. അപ്പോൾ ഈ ടിന ഫാക്ടർ റീസൺ ഓൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ മൂന്നാമത്തെ മുന്നണിയായ BJPക്ക് 20% എത്തി വോട്ട് ഷെയർ. പക്ഷെ 20 കൊണ്ട് ഭരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് തകരാറ്. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ഡിവൈഡഡ് ആവുമ്പോൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയി. അതാണ് കഴിഞ്ഞ തവണ തുടർഭരണം കിട്ടിയത്. അപ്പോൾ പോസിറ്റീവ് വോട്ടിലല്ല ജയിക്കുന്നത്, അതായത് നെഗറ്റീവ് വോട്ടാണ്. ജയം നല്ലത് ചെയ്തുകൊണ്ടല്ല, മറ്റൊരാൾ മോശമായതുകൊണ്ട് ഇയാൾ ജയിച്ചു. അതാണ് ഇന്നും ഒരു പ്രതിസന്ധിക്ക് കാരണം. അതാണ് അതുകൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബദൽ ഒരു ശക്തിയെ വളർത്തിക്കൊണ്ടെന്ന് അവരെ കൊണ്ടെന്നില്ലെങ്കിൽ ഈ ഭരിക്കുന്നവർ, അതായത് നമ്മളിന്ന് സർവ്വ മേഖലകളിലും ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു നോക്കിയും തകർച്ചയിലാണ് നിൽക്കുന്നത്. ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അയ്യപ്പൻ അവിടെ ഒന്ന് ഉച്ചയ്ക്കൊന്ന് ഒന്നും കണ്ണടച്ചപ്പോഴത്തേക്ക് ചുറ്റിയിരുന്ന പാളയും മറ്റേ ദ്വാരപാലകരെ എക്കത്തിന് അടിച്ചുകൊണ്ട് പോയി. അത്ര വിദഗ്ധന്മാരാ. അകത്തിരിക്കുന്ന അയ്യപ്പൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. അത്ര മോശമായി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വർണം എന്ന് പറഞ്ഞ സാധനം മൊത്തം ചെമ്പായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ദൈവത്തിന് പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലോട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇവർ തീരുമാനിച്ചെന്ന് വെച്ചാൽ സർവ്വ മേഖല, വെള്ളത്തിൻ്റെ ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കുന്ന ഈ അഡ്വാൻസ് പറഞ്ഞ തുക തിരിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പോൾ കിണർ കുഴിക്കണമെങ്കിൽ ഓക്കെ, എല്ലാത്തിനും നിയമം വേണം, ഒരു ചട്ടം വേണം, സാമ്പത്തികം വാങ്ങിച്ചു. പക്ഷേ കിണർ കുഴിക്കാൻ വയ്യ. നമ്മുടെ കറണ്ടിൻ്റെ ചാർജ് ഇതായപ്പോഴത്തേക്ക് മുകളിൽ സോളാർ വെച്ച് തുടങ്ങിയപ്പോൾ അതിന് തടയുന്ന രീതികൾ, അതായത് അരാജകത്വം സൃഷ്ടിക്കുക. നമുക്കൊരു സ്റ്റേഷൻ്റെ ഒരു പരാതിയുമായിട്ട് പോകാൻ വയ്യ. ഞാൻ ഈ അടുത്ത കാലത്ത് അനുഭവിച്ചൊരു വിഷയം, എനിക്ക് ആ വിഷയം വീണ്ടും വീണ്ടും പറയാൻ താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഒരു പരാതിയുമായിട്ട് പോയാലും കൗണ്ടർ കേസുമായിട്ട് വരും. അതായത് തെറ്റ് ചെയ്തവർ അവരുടെ കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. കാരണം അവിടെയും
അസാമാന്യമായ അഴിമതിയിൽ നിൽക്കുക. അവർ പൈസ കൊടുക്കും, കട്ടവൻ പൈസ കൊടുക്കും, പണം പോയവനല്ലല്ലോ പൈസ കൊടുക്കുന്നത്. ഇത് മൊത്തത്തിൽ എല്ലായിടത്തും ഈ അരാജകത്വം നമ്മൾ ഈ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഈ റബ്ബർ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കടുംവെട്ട് എന്ന് പറയും. ഇനി മരം കൊണ്ട് പ്രയോജനമില്ലെന്ന് വരുമ്പോൾ കടുംവെട്ട് വെട്ടി കിട്ടുന്ന മുഴുവൻ ഊറ്റിക്കൊണ്ട് പോവുക. അപ്പോൾ ഇവർക്കേ മനസ്സിലായി തുടങ്ങി ഇനി അധികകാലം കയ്യിലില്ല. ത്രിപുരയും വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാം. അതുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിനും കൂടുതൽ നഷ്ടം വരാതിരിക്കാൻ മൊത്തം ഈ സംസ്ഥാനത്തെ ഊറ്റിക്കൊണ്ട് കടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടാണ് സർവത്ര അഴിമതി. ഏത് വകുപ്പെടുത്ത് നോക്കിയാലും ഇനി അഥവാ ഒരു അബദ്ധം അല്ലെ ഒരു കുഴപ്പം സംഭവിച്ചാൽ ഉടനെ അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്, അല്ലെങ്കിൽ മറ്റവർ ഈ ഗോൾ പോസ്റ്റ് മാറ്റുമെന്ന് പറയും. ഒരിക്കലും ഒരു കാര്യം ഇവരുടെ ഭാഗത്തെ തെറ്റാന്ന് പറയുന്നത്. വലിയൊരു മോശം അവസ്ഥയിലോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കടക്കെണിയിലായി കഴിഞ്ഞു. ഇതിൽ നിന്ന് കരകയറാൻ യാതൊരു വഴിയുമില്ലാത്ത രീതിയിലാക്കിയിട്ട് വരും. അതുകൊണ്ട് നിയമസഭയുടെ കാര്യം എനിക്ക് പറയാൻ അറിയില്ല. കാരണം അപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ പോകുന്ന പാർട്ടി BJP ആണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഫ്യൂച്ചർ ഓഫ് കേരള ഈസ് BJP. അടിവരയിട്ട് എഴുതി വെച്ചുള്ളൂ, ഫ്യൂച്ചർ ഈസ് BJP. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തും എന്നാണോ? ഒന്നല്ല, ഒന്നിലധികം. ഇപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് SIR പ്രാബല്യത്തിൽ വരട്ടെ, കംപ്ലീറ്റ് ഗെയിം മാറും. അതൊരു ഗെയിം ചേഞ്ചറാണ്. എന്നുവെച്ചാൽ അഴുക്കിന് മൊത്തം ക്ലീൻ ചെയ്യും. യഥാർത്ഥ വോട്ടർമാർ മാത്രമാവും. യഥാർത്ഥ വോട്ടർമാർ മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി കിട്ടേണ്ടവർ കിട്ടും. അതാരും വരുന്നൊന്നും പറയുന്നില്ല. പക്ഷെ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒറ്റ പാർട്ടി BJP മാത്രം. നിലവിലിപ്പം സാറാണെങ്കിലും പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭരണരീതി. അപ്പം പ്രതിപക്ഷം ഇവിടെ അത്ര നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ അവർ മോശം പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? അല്ല, മോശം നല്ലെന്ന് പറയും. കാരണം പ്രവൃത്തി ഇല്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മോശം എന്ന് പറയാൻ പറ്റും. അവരുടെ അകത്തെ പ്രശ്നമേ തീർക്കാൻ വയ്യ. ആരെ പറഞ്ഞൊരു വാർ റൂമൊക്കെ തുറക്കേണ്ട ഇലക്ഷൻ സമയത്ത് ഒരു വേറെ ലേബർ റൂം തുറക്കേണ്ടി വരും. ആ അവസ്ഥയല്ല പൊക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവസ്ഥ, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അവർക്ക് ഈ ഭരണത്തിലിരിക്കുന്നവരെ അവർക്കെതിരെ എതിർക്കാൻ പോകും. അവരുടെ സ്വന്തം പാർട്ടിയിലെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോകും. അതാണ് ഈ കുഴപ്പം. ഇതാണ്. അപ്പൊ എന്തു വെച്ചാൽ പ്രതിപക്ഷം ഇല്ല, നിർജീവമാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി MLA ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ജോലി കൃത്യമായി നോക്കുന്നത് BJP ആണ്. ശബരിമല വിഷയത്തിൽ ഒറ്റപ്പെട്ട വാക്കുകളെ കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് UDF വരുന്നുള്ളൂ. ലീഗ് മിണ്ടുവോ? ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ആകെ ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് BJPക്ക് മാത്രമേ പറ്റൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ MLA മാർ, അതായത് അസംബ്ലിക്കകത്ത് നമുക്ക് പ്രാതിനിധ്യം ഇല്ലാത്തപ്പോൾ പരിമിതികളുണ്ട്. ആ പരിമിതി മറികടക്കാൻ പോകുന്നത് 2026 അത് എത്രയെന്ന് എണ്ണം ഞാൻ പറയുന്നില്ല. ഒന്നിലധികവുമാകും, ഇരട്ട സംഖ്യയ്ക്ക് മുകളിലും വരും. ഓക്കെ, വലിയ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അപ്പം BJP ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. കോൺഫിഡൻസ് മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷനാണ്. വ്യത്യസ്തമായ തലത്തിൽ പല തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ശ്രമം നടത്തുമ്പോൾ ഒരു കല്ല് നമ്മൾ വെള്ളത്തിലിട്ടാൽ ഓളം അടിക്കും. അപ്പോൾ BJP ഒരു കുളത്തിലല്ല കല്ലിട്ടിരിക്കുന്നത്, BJP കടലിൽ വലിയൊരു പാറക്കല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓളം എന്ന് വെച്ചാൽ ചെറിയൊരു തിരയായിട്ടല്ല വരുന്നത്, അതൊരു സുനാമിയായിട്ടാണ് വരാൻ പോകുന്നത്. അത് സമയമെടുക്കും, പക്ഷെ വരുമ്പോൾ സുനാമിയായിട്ട് വരും. നിയമസഭയ്ക്കകത്ത് BJP ഭൂരിപക്ഷം വരും. BJP ഭരിക്കുന്ന നാളുകൾ വിദൂരമല്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ MP സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളും ചിലപ്പോൾ വലിയ വിവാദങ്ങളോ അല്ലെങ്കിൽ അതൊരു ട്രോൾ ആക്കപ്പെടാനൊക്കെ മാറുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അദ്ദേഹത്തിന്റെ അത്തരം ഒരു രീതിയെ അത് BJP എന്ന പാർട്ടി എത്രത്തോളം മോശമായി ബാധിക്കുന്നുണ്ട്? ഇത് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രോളിങ്ങിന്റെ മെത്തേഡാണ്. അതായത് BJP അല്ലെങ്കിൽ റൈറ്റ് വിങ്ങേഴ്സ് എന്ത് ചെയ്താലും അവരെ പറ്റി വളരെ മോശമായിട്ട്, അവര് ദേശസ്നേഹികളായിക്കോട്ടെ, സ്വാതന്ത്ര്യ സമര സേനാനികളായിക്കോട്ടെ, ഇപ്പൊ സവർക്കർ എന്ന് പറഞ്ഞാൽ ഇവരുടനെ ഒരു പടം വരച്ചു വയ്ക്കും. എന്നിട്ട് പറയും ഷൂ നക്കി മറ്റത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റിയാണ് ഈ പറയുന്നത്. അത് എന്തിനാ? കുമ്മനം ചേട്ടൻ ട്രെയിനിലോട്ട് കയറിയപ്പോൾ ഇവരടിച്ചിറക്കിയില്ല പലതും. അതായത് ഏത് BJP ലീഡർ ഒന്ന് വളർന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇതൊരു സംഘടിത സൈബർ അറ്റാക്കാണ്. ഇത് ഒരു വ്യക്തിയോ ഒന്നുമല്ല, ഇത് സംഘടിതമായി ഇതിനകത്ത് മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി കലരുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ പറഞ്ഞിട്ട് തിരിച്ചു പോവാം. ഇവർ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇവരെല്ലാം കൂടി സുരേഷ് ഗോപി അറ്റാക്ക് ചെയ്ത് അദ്ദേഹം MP ആയി, മന്ത്രിയായി. അദ്ദേഹം ഞാനും ഒക്കെ നേരത്തെ പറഞ്ഞവരെ നന്ദി പറയുകയാണ് ഇവരോട്. വീണ്ടും ട്രോൾ ചെയ്യൂ, ഞങ്ങളെ വളർത്തൂ, കൂടുതൽ MP മാരെ MLA മാരെ സൃഷ്ടിക്കാൻ സഹായിക്കൂ,
എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.